ദൈവത്തിൻ്റെ സമാധാനത്താൽ അവരെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ദുഃഖം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദൈവം സകലാശ്വാസവും നൽകി ഇവിടെയുള്ള പ്രിയമുള്ളവരെ ആശ്വസിപ്പിക്കട്ടെ. മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, മനസ്സിലെ പിതാവ് ദൈവിക സമാധാനത്തുള്ള സന്തോഷം, ദൈവിക സമാധാനം അനുഭവിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അവസരം നൽകിയ ദൈവദാസനോട് സഭയോട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ മഹത്വമുണ്ടാകട്ടെ. ഞങ്ങളുടെ പ്രിയ അമ്മച്ചിയുടെ വേർപാടിൽ ദുഃഖത്തിലായത് ഞങ്ങളെ ആശ്വസിപ്പിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ സഭയുള്ള ഞങ്ങളുടെ സഭാവിശ്വാസികൾ, കർത്തദാസന്മാർ, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, മറ്റ് ബന്ധുമിത്രാദികൾ എല്ലാവരെയും ഓർത്ത്, ഞങ്ങളുടെ അയൽവാസികൾ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരുള്ള നന്ദിയും സ്നേഹവും വന്ദനവും ഞാൻ ഈ സമയം അറിയിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വിളക്കായിട്ട്, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഗൃഹനാഥയായിട്ട് ആയിരുന്ന ഞങ്ങളുടെ അമ്മച്ചി ഞങ്ങളെ വിട്ട് കടന്നുപോയി. മാനുഷികമായി ഞങ്ങൾക്ക് ദുഃഖമുണ്ടെങ്കിലും പ്രത്യാശ നൽകി ഞങ്ങളെ നിലനിർത്തുന്ന ദൈവത്തിൻ്റെ കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കാലത്ത് ഈ ദേശത്ത് ദൈവനാമത്തിനു വേണ്ടി നിലകൊള്ളുവാൻ പ്രിയ അപ്പച്ചനെയും അമ്മച്ചയെയും കർത്താവ് വിളിച്ചു വേർതിരിച്ചു. ആ പാത പിൻപറ്റുവാൻ മക്കൾക്കും കൊച്ചുമക്കൾക്കും കർത്താവ് ഭാഗ്യം കൊടുത്തു. അത് വളരെ അഭിമാനത്തോടെ ഞങ്ങൾക്ക് ഇപ്പോൾ പറയുവാൻ കഴിയും. പ്രിയ അമ്മച്ചിയുടെ കുടുംബത്തിലെയും പ്രിയ അപ്പച്ചൻ്റെ കുടുംബത്തിലെയും മുതിർന്ന ഒരു അംഗമെന്ന നിലയിൽ ഞങ്ങളുടെ കുടുംബത്തിന് മാത്രമല്ല, മുള്ളംകൊയിൽ കുടുംബത്തിനും പ്ലാക്കൽ കുടുംബത്തിനും ഒക്കെ ഒരു വലിയ ആശ്വാസവും അനുഗ്രഹവുമായിരുന്നു. പ്രിയ അമ്മച്ചി ഞങ്ങളെ വിട്ട് ഇത്ര പെട്ടെന്ന് കടന്നു പോകുമെന്ന് ഞങ്ങളാരും കരുതിയിരുന്നില്ല. കഴിഞ്ഞ 10 മാസക്കാലം രോഗത്തോടുള്ള അവസ്ഥയിൽ താൻ കിടക്കയിലായിരുന്നുവെങ്കിലും, ബലഹീന അവസ്ഥയിലായിരുന്നുവെങ്കിലും ഇത്ര പെട്ടെന്ന് താൻ ഈ ലോകത്തു നിന്ന് കടന്നു പോകുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചതില്ല, അപ്രകാരം ചിന്തിച്ചിരുന്നില്ല. അതിൻ്റെതായിട്ടുള്ള പ്രയാസം, പെട്ടെന്നുള്ള വേർപാട് എൻ്റെ പ്രിയ അപ്പച്ചനെയും, എൻ്റെ പിതാവ്, മാതാവ്, എൻ്റെ ഉപ്പാപ്പൻ, എൻ്റെ മാവിമാർ 2 പേര്, ഞങ്ങൾ കൊച്ചുമക്കൾ എല്ലാവരെയും പെട്ടെന്ന് വിഷമത്തിലാക്കിയെങ്കിലും പ്രത്യാശ കൈവിടാതെ പ്രിയ മാതാവ് ഞങ്ങൾക്ക് പകർന്നെന്ന പ്രത്യാശ, ആ പ്രത്യാശയിൽ നിലനിൽക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നു. ഞാൻ അധികമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് വാക്കുകൾ ലഭിക്കുന്നില്ല. ഈ ഭവനത്തിൽ വളർന്നതുകൊണ്ട് ഞാൻ കൊച്ചുമക്കളിൽ പ്രിയ അമ്മച്ചിയുമായി വളരെയധികം അടുത്ത ഒരു കൊച്ചുമകനാണ്. പ്രിയ അമ്മച്ചിയുടെ ഉപദേശമൊക്കെ ഉൾക്കൊള്ളുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുവാൻ കർത്താവിനും വഴിയൊരുക്കി. പ്രിയമാതാവിൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു എന്നെ ഒരു പാസ്റ്ററായി കാണണമെന്നുള്ളത്. ആ മാതാവിൻ്റെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിച്ച് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ഞങ്ങളെ ആശ്വസിപ്പിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട കർത്തദാസന്മാരെ ഓർക്കുന്നു. ഞങ്ങളുടെ സ്ഥലം സഭാ ശുശ്രൂഷൻ പാസ്റ്റർ ജോണിക്കുട്ടി, അദ്ദേഹത്തെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ഈ മീറ്റിംഗ്, ഈ പ്രോഗ്രാം വളരെ ഭംഗിയായി നടത്തുവാൻ ശവസംസ്കാര ശുശ്രൂഷയിൽ അധ്യക്ഷം വഹിച്ച പ്രിയ കർത്തദാസനോട് നന്ദി അറിയിക്കുന്നു. അതുപോലെ സംസ്കാര ശുശ്രൂഷ നടത്തുവാൻ കടന്നു വന്നിരിക്കുന്ന റവറൻഡ് ബാബു ജോർജ് അവർകൾ, അദ്ദേഹത്തെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേക നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ഇവിടെ ശുശ്രൂഷിച്ച, ഇപ്പോൾ വചനം ശുശ്രൂഷിച്ച പാസ്റ്റർ കെ സാമുവേൽ,
പ്രിയപ്പെട്ട ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ആശ്വാസ വചനങ്ങൾ പകർന്നതെന്ന് ഞങ്ങളെ ധൈര്യപ്പെടുത്തിയ പ്രിയ കർത്തദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ഞങ്ങൾക്ക് മുൻപ് ശുശ്രൂഷിച്ച് പോയ കർത്തദാസന്മാർ പലരുണ്ട്. അവരൊക്കെയും ഞങ്ങളെ പലപ്പോഴായി ആശ്വസിപ്പിക്കുകയും പ്രത്യാശ നൽകുന്ന വാക്കുകൾ പറയുകയും ചെയ്തു. ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, മുള്ളംകുഴിയിൽ കുടുംബം, മുൻകൂട്ടിൽ കുടുംബം, അതുപോലെ പിളാക്കൽ കുടുംബാംഗങ്ങൾ, കുളത്തുപുഴയിൽ നിന്ന് പ്രിയപ്പെട്ടവർ, ഏലന്തൂർ പേർക്കോട്ട് കുടുംബക്കാർ, അതുപോലെ തന്നെ വള്ളിപ്പറമ്പിലെ പ്രിയ കുടുംബക്കാർ, വെച്ചിച്ചെറിയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ കൊച്ചുപ്പായുടെ പ്രിയ ഡിസിയുടെ കുടുംബക്കാർ, അങ്ങനെ ഞങ്ങളുടെ അയൽവാസികൾ, സഭയിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട വിശ്വാസികൾ, ഞങ്ങളെ സ്നേഹിച്ച് കടന്നു വന്ന ഈ സമൂഹത്തിൽ ഉന്നത പദവി വഹിക്കുന്ന ശ്രീമാൻ MLA ശ്രീദാസൻ നായർ, അതുപോലെ തന്നെ ഞങ്ങളുടെ കൗൺസിലർ ഷംസുദ്ദീൻ, പ്രിയ കൗൺസിലർ അനിൽകുമാർ, അങ്ങനെ പ്രിയപ്പെട്ട സമൂഹത്തിലെ നാനാപരമായ ആൾക്കാർ കടന്നു വന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്കുള്ള നന്ദിയും സ്നേഹവും ഈ സമയം നെടുമാനാല പുത്തൻവെളിയിൽ കുടുംബത്തിൽ പ്രിയ അപ്പച്ചൻ്റെയും മക്കളുടെയും മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും എല്ലാം പ്രതിനിധിയായി ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവദിനത്തിൽ ഇപ്രകാരം കാണുന്നു, തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. പ്രിയ മാതാവിന്റെ അവസാന സമയത്ത് ഞാൻ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിലും പ്രിയ മാതാവിന്റെ അവസാനത്തെ സമയത്തെ ആ കാര്യങ്ങൾ പ്രിയപ്പെട്ടവർ പറയുകയുണ്ടായി. ഒരു പ്രത്യാശയുള്ള ദൈവപൈതൽ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നത് എപ്രകാരമാണെന്ന് പറയുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ അമ്മച്ചി വേദനയിലായിരുന്നെങ്കിലും വളരെ പ്രത്യാശയോടെ കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. അനേക പ്രത്യാശയില്ലാത്തവരായിരിക്കുമ്പോൾ പ്രത്യാശയോടുള്ള ഞങ്ങളുടെ അമ്മച്ചി കടന്നുപോയി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യഹോവയുടെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു എന്നുള്ള വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങൾ പ്രത്യാശയുള്ളവരായിരിക്കുന്നു. ദുഃഖം മാനുഷികമായി ഞങ്ങളുടെ അമ്മച്ചി ഈ വിടവ് നികത്തുവാൻ കഴിയാത്തതാണ്. ഞങ്ങളുടെ അമ്മച്ചിയെ ഞങ്ങളെല്ലാവരുടെയും കാര്യങ്ങൾ നോക്കി ഞങ്ങളുടെ ഒരു വളരെ ഞങ്ങൾക്ക് എപ്പോഴും നേതൃത്വം നൽകിയതെന്ന് ഞങ്ങളുടെ കുടുംബത്തിന്റെ വിളക്കായിരുന്നു ഞങ്ങളുടെ അമ്മച്ചി ഞങ്ങളെ വിട്ട് കടന്നുപോയി. അത് നികത്തുവാൻ പറ്റാത്ത ഒരു ദുഃഖമാണ്. എങ്കിലും ഞങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട്. അന്ന് ആ തീരത്തിൽ അക്കരെ നാട്ടിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രിയ അമ്മച്ചിയെ മുഖാമുഖമായി കാണാമെന്നുള്ള വിശ്വാസവും പ്രത്യാശയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. പ്രിയ അപ്പച്ചനെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രാവശ്യം നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. പ്രൈസ് ദി ലോർഡ്. അതിന് ആമീൻ പറയുന്നവർ എത്ര പേരുണ്ട്? ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ഈ നെടുമാനയിൽ കുടുംബവുമായി എനിക്ക് പരിചയപ്പെടുവാനിടയായ ദിനങ്ങൾ ഞാൻ ഓർക്കുകയാണ്. 1/4 നൂറ്റാണ്ടിന് മുമ്പ് എൻ്റെ പിതാവ് കർത്തൃശുശ്രൂഷയിൽ ഇവിടെ കടന്നു വന്നപ്പോൾ ഇവിടുത്തെ ചില പ്രധാനപ്പെട്ട കുടുംബങ്ങളിലുള്ള മാതാക്കൾ, മറ്റ് പല സ്ഥലങ്ങളിൽ ഞങ്ങൾ ശുശ്രൂഷയിലായിരുന്നിട്ട് അവിടെ പാസ്നേജിൽ വളർന്നു വന്ന എനിക്ക് ആ സഭകളിൽ ഒന്നും കാണാത്ത ചില പ്രത്യേകതകൾ ഇവിടെയുള്ള ദൈവസഭയിലെ കുടുംബങ്ങളിൽ കാണാനിടയായി. അത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. കുടിവറമ്പിലെ അപ്പച്ചൻ അമ്മച്ചി ഞാൻ ആ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടൊക്കെ എന്നോട് കാണിച്ച സ്നേഹം, പുത്തമ്പരേക്കിലെ അമ്മച്ചി, തടത്തിലെ അമ്മച്ചി, കണികുളത്തെ അമ്മച്ചി, വടക്കേപ്പറമ്പിലെ അമ്മച്ചി, നെടുമാനയിലെ അമ്മച്ചി ഇന്ന് ഇവിടെ ആയിരിക്കുന്നു. പാലക്കത്തറയിലെ അമ്മച്ചി എൻ്റെ സമീപയുണ്ട്. മുട്ടത്തിലെ അമ്മച്ചി ഇവിടെയുണ്ട്. ഈ അമ്മച്ചിമാരെയൊക്കെ ഞാൻ നന്ദിയോടെയാണ് ഓർക്കുന്നത്. കാരണം മറ്റ് പല സഭകളിൽ കാണാത്ത ഒരു വലിയ സ്നേഹം ഞാൻ ഇവരിൽ നിന്നും അനുഭവിച്ചു. സ്തോത്രം. അത് മാത്രമല്ല, ഞാൻ കർത്തൃശുശ്രൂഷയിൽ ഇവിടെ നിന്നും പ്രാർത്ഥിച്ചെന്നെ അയക്കുമ്പോൾ സ്വന്തം മകനെ പ്രാർത്ഥിച്ചയക്കുന്നത് പോലെ അയച്ച മാതാക്കളാണ് ഈ ഞാൻ പേര് പറയപ്പെട്ട ആരുടെയും പേര് വിട്ടുപോകുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ്. ദൈവത്തിന് സ്തോത്രം. അതിൽ ഒരു പ്രധാനപ്പെട്ട അമ്മച്ചിയാണ് നെടുമാനായിലെ അമ്മച്ചി.
ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ അന്ന് പടിഞ്ഞാറൻ നാടുകളിൽ ശുശ്രൂഷയിലായിരുന്നതിന്റെ പേരിൽ ഇങ്ങനെയുള്ള പാറസ്ഥലങ്ങളൊന്നും അന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല. ഓടി വന്നത് കയറുന്നത് ഈ അമ്മച്ചി ഓടി പ്രാർത്ഥനയ്ക്ക് പോകുന്ന ഒരു കാഴ്ച ഞാൻ ആ കച്ചമുറിയൊക്കെ ഉടുത്ത് കച്ചമുറിയുടെ നുറി ഇങ്ങനെ കയറി ഓടിപ്പോകുന്ന കാഴ്ച പലപ്പോഴും എൻ്റെ ചിന്തയിൽ വന്നിട്ടുണ്ട്. തോന്നിയാമല സഭയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭക്തരായ ഈ മാതാക്കളെ മറക്കാൻ കഴിയത്തില്ല. സ്തോത്രം. അങ്ങനെ ഭക്തയായി ജീവിച്ച് അനേക ദൈവമക്കൾക്ക് ആശ്വാസവും അനേകരെ നിത്യതയിലേക്ക് നടത്താൻ കളിയോളത്തെ ജോണിച്ചാൻ സാക്ഷ്യം പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ജോണിച്ചാന്റെ രക്ഷയ്ക്ക് ഈ വാത്സല്യ മാതാവ് എത്രത്തോളം പുറകിൽ നിന്ന് പ്രവർത്തിച്ചു. ഇങ്ങനെയുള്ള മാതാക്കളെ ഓർത്ത് നാം സ്തോത്രം ചെയ്യണം. അപ്പൊ തന്നെ ജീവിച്ചിരിക്കുന്ന നമ്മളെ ഒന്ന് ഓർക്കണം. നമ്മൾ ജീവിച്ചിരുന്നിട്ട് വല്ലവർക്കും വല്ല ഗുണമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഭക്തരായ ദൈവമക്കളെ ഓർക്കുമ്പം ബാക്കിയുള്ള നമുക്കെല്ലാവർക്കും സ്തോത്രം പറയാൻ കഴിയും. ദൈവിച്ചാൻ ഞാൻ ചിലപ്പം കാണുമ്പം ഫലിതത്തോടെയാണെങ്കിലും പറയും പ്രസ്ബിറ്റർ ആകാൻ യോഗ്യതയുണ്ട്. കാരണം ആകെ ഒന്ന് കണ്ടു കഴിയും. അത് മാത്രമല്ല, പ്രസ്ബിറ്റർ അല്ല, അതിനപ്പുറവും ശുശ്രൂഷ ചെയ്യുന്ന മൗനമായി നിന്ന് ദൈവവേലയ്ക്ക് കൈത്താങ്ങൽ കൊടുത്ത് ഈ തോന്നിയാമല സഭയ്ക്ക് വിസ്മരിക്കാൻ കഴിയാത്ത ഒരു കുടുംബമാണ് ഈ കുടുംബം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള ഭക്തിയുള്ള മക്കൾ ഉണ്ടാകണമെങ്കിൽ ഭക്തിയുള്ള മാതാക്കൾ വേണം. ദൈവത്തിന് സ്തോത്രം. അവരുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. ഈ സഭയിലെ കമ്മിറ്റിയിൽ ദീർഘവർഷം താൻ സേവനം ചെയ്യുകയാണ്. അതുപോലെ സെക്ഷനിൽ WMCയുടെ ആയിട്ട് പ്രിയ അല്ലിപ്റ്റ് സഹോദരി, അതിനെല്ലാവരും ഈ കുടുംബം അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തിന്, തോന്നിയാമല സഭയ്ക്ക് മാത്രമല്ല പത്തനംതിട്ട സെക്ഷയ്ക്കും സമൂഹത്തിനും മറക്കാൻ കഴിയത്തില്ല. ദൈവം ഇവർക്ക് പ്രതിഫലം നൽകി ഇവരെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഞാൻ വളരെ വളരെ ദൃഢനിശ്ചയത്തോടും ഉറപ്പോടും പറയട്ടെ, ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കും. പ്രൈസ് ദി ലോർഡ്. അത് വിശ്വസിക്കുന്നവർ ആമീൻ പറഞ്ഞാട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം വേദനയിലായിരുന്നു, രോഗത്തിലായിരുന്നു. അവിചാരിതമായി ഞാൻ ഈ ഭവനത്തിൽ കടന്നു വന്നപ്പോൾ കുളത്തൂപ്പുഴയിൽ നിന്നും പ്രിയ അച്ചായനും കടന്നു ഞങ്ങൾ ഒരുമിച്ച് വന്നപ്പോൾ അമ്മച്ചിയുടെ ആ ദൃഢമേറിയ പ്രത്യാശയുടെ വാക്കുകൾ എന്നെ കണ്ടപ്പോൾ അറിഞ്ഞു. എന്നോട് പറഞ്ഞു, ഇങ്ങനെ വല്ലപ്പോഴും വരുന്നതാ എനിക്ക് സന്തോഷം. ദൈവത്തിന് അന്നേരത്തെ ഞാൻ തീരുമാനിച്ചു ഇനി വരും. ദൈവത്തിന് സ്തോത്രം. പിന്നെയും വന്ന് ജീവനോടെ മരണ ദിവസം സന്ധ്യയ്ക്ക് വരുവാനിടയായപ്പോൾ ഞാൻ കണ്ട കാഴ്ച മക്കളും കൊച്ചുമക്കളും ദൈവത്തിന്റെ മക്കളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു, പാട്ടുപാടുന്നു. ആ സമയത്ത് മറ്റു പലരുടെയും മരണം കണ്ട ഞാൻ ചില പുള്ളികളുടെ മൂക്കിക്കൂടെയും വായിക്കൂടെയും ട്യൂബും ഒക്കെ ഇട്ട് നല്ലതുപോലെ ശ്വാസം പോകാൻ സമ്മതിക്കാത്ത ചിലരുണ്ട്. പ്രത്യേകിച്ച് ക്രൈസ്തവ കുടുംബങ്ങൾ അങ്ങനെ ചെയ്യരുതെന്ന എൻ്റെ അഭിപ്രായം. കാരണം അവർ അന്ത്യസമയത്ത് മക്കളും കൊച്ചുമക്കളും ഇരുന്ന് പ്രത്യാശയുടെ പാട്ടുപാടി പ്രൈസ് ദി ലോർഡ് അന്ന് രാത്രിയിൽ 2:30 കർത്താവിന്റെ സന്നിധിയിൽ ചേർന്നു. എന്തൊരു വലിയ പ്രത്യാശയാണ്. പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് തന്നെ സ്വീകരിപ്പാൻ സ്വർഗീയ ദൂതന്മാർ എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് തന്നോടുള്ള ബഹുമാനാർത്ഥം ഇവിടെ ആയിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാരും എൻ്റെ അടുക്കലേക്ക് വരികയും ഇവിടെ നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ടുപാടി ഈ ശുശ്രൂഷയിൽ നമുക്ക് സംബന്ധിക്കാം. So
എന്ന ശരീരം അമർത്യതയെ പാലിക്കും. ആ വലിയ പ്രത്യാശയുള്ള ദൈവമക്കൾ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഇവിടെ നടക്കുന്ന ശുശ്രൂഷ ശവസംസ്കാര ശുശ്രൂഷയാണെങ്കിലും പെന്തിക്കോസ്തുകാർ പറയേണ്ടത് ഇത് ഉയർപ്പിന്റെ ശുശ്രൂഷയാണ്. ഇത് മണ്ണിനോട് ചേരുവാൻ കൊണ്ടുവന്ന് ഭൗതിക ശരീരം മണ്ണിലേൽപ്പിക്കുമെങ്കിലും ഇതിനകത്തൊരു ആത്മാവുണ്ട്. ആ ആത്മാവ് ഒടുക്കത്തെ നാളിൽ ഇതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. വിളിച്ചു ചോദിച്ചുകൊണ്ട് മരണത്തെയും പാതാളത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവ് ആദിജാതനായി നമുക്ക് മുമ്പായി ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ ക്രിസ്തുവിൽ മരിക്കുന്നവർ ഇനിയും ഉയർത്തെഴുന്നേൽക്കും. ആ വലിയ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിലുള്ളത് കൊണ്ട് വിശുദ്ധജനമെല്ലാവരും കരങ്ങളെ ഉയർത്തി അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. അവസാനത്തെയും എന്റെ മനുഷ്യരൊക്കെ വെറുതെയായി നടക്കുന്നു നിശ്ചയം. അവരർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം. അവൻ സമ്പാദിക്കുന്നു, ആരനുഭവിക്കും എന്ന് അറിയുന്നില്ല. എന്നാൽ കർത്താവേ, ഞാൻ എതിരായി കാത്തിരിക്കുന്നു. എന്റെ പ്രത്യാശ നിങ്ങൾ വച്ചിരിക്കുന്നു. എന്റെ സകല ലംഘനങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കണമേ. 90-ാം സങ്കീർത്തനം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീരെന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അതരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖമത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം ക്രോധത്തെ ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങൾ ഉപദേശിക്കണമേ. യഹോവയെ മടങ്ങി വരണമേ. എത്രത്തോളം താമസം? അടികളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാർന്നിരിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വം ഉൾപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. രക്ഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തു നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടി ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുകയും നമുക്ക് പ്രാർത്ഥിക്കാം. തലകളെ വണക്കാം. TV സാമുവൽ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. എല്ലാ ദൈവജനവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ നിത്യതയിൽ എനിക്കും പോകണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കരങ്ങളെ ഉയർത്താം. ഈ അമ്മച്ചിയുടെ വേർപാട് നിനക്ക് നിത്യജീവന് മുഖാന്തരമായി തീരട്ടെ. അങ്ങനെ ആരെങ്കിലും ഈ നിത്യജീവൻ പ്രാപിക്കാൻ വാത്സല്യ സഹോദരി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇനിയും ആരുണ്ട് അങ്ങനെയുള്ളവർ ധൈര്യമായി കരങ്ങളെ ഉയർത്ത് എനിക്കും ഈ നിത്യതയിൽ പോകണം. ഈ അമ്മച്ചിയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ജീവിച്ചിരിക്കുമ്പോൾ അനേകര് ആത്മാക്കളെ നേടും. എന്നാൽ ശവപ്പെട്ടിയിലായിരിക്കുമ്പോഴും ആത്മാക്കളെ നേടുവാൻ ദൈവതൃത്വത്തിൽ ലഭിക്കുന്ന ഭാഗ്യം അതെത്രയോ ശ്രേഷ്ഠമാണ്. അങ്ങനെയുള്ളവർ ഒരിക്കൽ കൂടെ കാര്യങ്ങൾ ഉയർത്തിയാട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
പറയാം, ധൈര്യമായിട്ട് ഉയർത്താം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അവിടെ കരകൾ ഉയർത്തിവരെ ദൈവം സഹായിക്കട്ടെ. ഇവിടെ കര ഉയർത്തിവരെ കർത്താവ് സഹായിക്കട്ടെ. അതിലെ അമ്മച്ചെ കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസന്മാരെല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയും ഈ അമ്മച്ചിയെ കാണുവാൻ ആഗ്രഹിക്കുന്നവർ ഈ യേശുവുമായി വ്യക്തിപരമായി ബന്ധത്തിലേക്ക് കടന്നു വരണം. അങ്ങനെ ബന്ധത്തിലേക്കൊക്കെ കടന്നു വരുവാൻ കരമുയർത്തിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവർ കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിക്കുമ്പോൾ കരമുയർത്തിയാൽ നിങ്ങളും ആ നിത്യതയിൽ പ്രവേശിക്കും. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചാട്ടെ. വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന് ജന്മ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. നമ്മുടെ അമ്മച്ചിയുടെ ഭൗതിക ശരീരം ഇവിടെ ആയിരിക്കുന്നു. എന്നാൽ ഈ ഭൗതിക ശരീരം അഴുകി മണ്ണിനോട് ചേരുമ്പോൾ വിണ്മയമായ സ്വർഗീയമായ തേജസ്സിന്റെ ശരീരം പ്രാപിപ്പാൻ വേണ്ടി വിശുദ്ധന്മാരായ പുരുഷന്മാർ ഈ മനുഷ്യരീരം അടക്കം ചെയ്യാൻ പോവുകയാണ്. എന്നാൽ ഒരു കാര്യം നമുക്കറിയാം, ഈ ശരീരം പൊലിഞ്ഞിട്ട് ഒരു തേജസ്സേറിയ ശരീരം ഉണ്ടാകും. ആ ഒരു പ്രത്യാശ നമ്മുടെ ഉള്ളത്തിൽ ഭരിക്കുമാറാകട്ടെ. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിക്കും. അങ്ങയിൽ വിശ്വാസം അർപ്പിച്ച അങ്ങയുടെ ദാസി കഴിഞ്ഞ ചൊവ്വാഴ്ച പകൽക്കാലം അങ്ങയുടെ പ്രസാദ പ്രകാരം വിളിച്ച് നിത്യതയിൽ ചേർക്കപ്പെട്ടെങ്കിലും ആ മൃദു ശരീരം ഞങ്ങളുടെ മുൻപിൽ വാക്കും ഭാഷണവും കൂടാതെ വിളിച്ചറിയിക്കുന്നു, ഞാൻ നിങ്ങളെ വിട്ട് കടന്നുപോയി എന്റെ സ്ഥാനത്തായിരിക്കുന്നു, നിങ്ങളും എന്റെ പിന്നാലെ ഓടി വരിക എന്ന് വിശ്വാസത്തിന്റെ മാതൃക പുലർത്തി അങ്ങയുടെ അടുക്കൽ ചേർത്തിരിക്കുന്ന ദാസിയുടെ അത് വേർപാടിന്റെ മുൻപിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ മക്കള്, പ്രിയ പിതാവ്, പ്രിയപ്പെട്ടവര് എല്ലാവരെയും അവിടുന്ന് ആശ്വസിപ്പിക്കുന്ന ഓർക്ക് സ്തോത്രം. അങ്ങയുടെ ദാസി ജീവിച്ചിരുന്നപ്പോൾ കർത്താവിന്റെ സാക്ഷ്യം വഹിപ്പാൻ, ദൈവത്തിന്റെ കൽപ്പനയനുസരിപ്പാൻ, ദൈവ വഴികൾ കൂടെ നടക്കുവാൻ, വിശുദ്ധന്മാരെ ശുശ്രൂഷിപ്പാൻ ഈ ആയുസ്സിൽ ലഭിച്ച അവസരങ്ങൾ ഉപയോഗിച്ചതോർത്ത് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഒരു നല്ല അന്ത്യം നീ അവിടുന്ന് ഒരുക്കിയതോർത്ത് സ്തോത്രം. ഞാൻ എന്റെ പിതാവിന്റെ അടുക്കൽ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയ മക്കളുടെ സമീപം നിന്നുകൊണ്ട് അങ്ങയുടെ അടുക്കൽ കടന്നു വരുവാൻ അങ്ങയുടെ ദാസിക്കടയാക്കിയതോർത്ത് സ്തോത്രം. അങ്ങയുടെ ദാസിയുടെ വേർപാടിന്റെ മുൻപില്, ഈ മൃദു ശരീരത്തിന്റെ മുമ്പില്, ശുശ്രൂഷയുടെ മുൻപില് ഇന്ന് പകൽക്കാലം കർത്താവിനെ രക്ഷിതാവായി അംഗീകരിച്ചവരെ ഓർത്ത് ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ലോകത്തിൽ എന്ത് നേടിയാലും നേടിയതെല്ലാം വ്യർത്ഥമെന്ന് പറഞ്ഞിട്ട് ഒരു നാൾ ഞങ്ങൾ ഈ ലോകത്തെ വിട്ടു പിരിയേണ്ടവരാണ്. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പോയിരിക്കുന്ന ഞങ്ങളുടെ കർത്താവിന്റെ അടുക്കൽ ഒരു നിത്യ ജീവിതത്തിന് വേണ്ടി ജീവിതങ്ങളെ എവിടെ ഉറപ്പിക്കണമേ, ജീവിതങ്ങളെ എവിടെ ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. സൂക്ഷിപ്പാൻ ദാസന്മാരെ നീ എവിടെ ഒരുക്കിയോർത്ത് സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷകളെ എവിടുന്ന് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭക്തിയുള്ള പുരുഷന്മാർ ദേവാരോസേവകം ചെയ്തതുപോലെ ഇന്ന് പകൽക്കാല ശ്രേഷ്ഠദാസന്മാരുടെ മധ്യത്തിൽ ശരീരം അടക്കം ചെയ്യുവാൻ അവസരം ലഭിച്ചിരിക്കുന്ന അനേക ദൈവമക്കളുടെ സാക്ഷ്യം പ്രാപിപ്പാനിടയാക്കിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം നിങ്ങൾ സഹായിച്ച ദൈവമേ, കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവരെ എല്ലാം വീണ്ടും വീണ്ടും ആശ്വസിപ്പിച്ച് അവൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഭാവിയിൽ വേണ്ടി അധ്വാനിപ്പാൻ, പ്രവർത്തിപ്പാൻ എന്റെ മക്കളുടെ കരങ്ങളിൽ നീ ഉപയോഗിച്ച് ഈ തോന്നിയാവള സഭയ്ക്കും ദേശത്തിനും അത് ഈ ശക്തനുമെല്ലാം അനുഗ്രഹമാക്കി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉപരികളായിരിക്കുന്നതിന്റെ ദാസന്മാരെ നീ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നോർത്ത് സ്തോത്രം. എല്ലാ മഹത്വം അങ്ങേക്ക് തരുന്നു യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം പ്രിയപ്പെട്ടവരെ നിമിത്തം ദുഃഖിക്കുന്ന ദാസനോടും തലമുറകളോടും ബന്ധുമിത്രാദികളോടും എല്ലാവരോടും കർത്താവിന്റെ വരുവരെയും ഇരിക്കുമാറാകട്ടെ. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമറിന്നു ബദ്ധപ്പെട്ടോടിടുന്നു, എൻ സ്വദേശം കാൺമതിന് ബദ്ധപ്പെട്ടോടിടുന്നു. സമയമാ
യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാളടുപ്പം. എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാളടുപ്പം. നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. ആകെയൽ
അല്പം അപ്പം വിശപ്പീണ്ടു, സ്വൽപ്പം വെള്ളം ദാഹിക്കൽ. അല്പം അപ്പം വിശപ്പീണ്ടു, സ്വൽപ്പം വെള്ളം ദാഹിക്കൽ. നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. സ്ഥലം വിശേഷം ഫലമെത്ര മധുരം. വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എൻ്റെ പാർപ്പിടം. വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എൻ്റെ പാർപ്പിടം. നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. നിത്യമായോർ വാസസ്ഥാനം എനിക്കുണ്ട് സ്വർഗ്ഗത്തിൽ. ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവപാരോദീസായിൽ. ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവപാരോദീസായിൽ. നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. എന്നെ ഏൽപ്പാനായി ദൈവദൂതർ വരുന്നു. വേണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു. വേണ്ടും പോലെ
യാത്രയ്ക്കായി ഊതുശക്തി തരുന്നു. നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്ക് സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്ക് സ്തോത്രം. ധാരാളമായി പറയേണ്ടത് പ്രാർത്ഥിക്കുന്നു. ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനസിനെ ഇടയ്ക്ക് ഞങ്ങൾ വന്നത് വായിക്കുന്നുള്ളൂ. ആകെയാൽ താഴ്ന്ന മകളെയും ഭക്തിയുള്ള പുരുഷന്മാരായ വിലാസന്മാരായ അടക്കം ചെയ്യുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചേർന്നിരിക്കുന്നതായ എല്ലാ ദേവദാസന്മാർക്കായ സ്തോത്രം ചെയ്യുന്നു. എല്ലാ ദൈവത്തിനായ സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രഭുക്കളെയും ഒരുപോലെ അനുകരിക്കണമേ. ഇതിന്റെ വചനത്താൽ നമുക്ക് സമാധാനപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നു. എല്ലാവരുമായി കൊടുത്ത മക്കൾക്കായി സ്തുതിക്കുന്നു. ആൺമക്കളെയും പെൺമക്കളെയും മരുമക്കളെയും ക്രിസ്തുക്കളെയും ഒക്കെയും പ്രാർത്ഥിക്കുന്നു. തിരുവനന്തപുരത്താൽ മക്കളെ ഒന്ന് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ സ്തോത്രം തുടർന്ന് ആശ്വസിപ്പിക്കുകയും സമാധാനപ്പെടുത്തി ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കായി ശുശ്രൂഷ ചെയ്യുവാൻ നിങ്ങളുടെ പ്രത്യേകം കണ്ണുകളിലേക്ക് വിനയിച്ചമേ. ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെ നമ്മുടെ സാന്നിധ്യമുണ്ടായിരിക്കുകയും മാനം ഓത്തു അവിടെ തന്നെ എടുത്തു വിളിച്ചടമേ. യേശു നല്ല പിതാവേ. ചില വേദഭാഗങ്ങൾ കർത്താവിന്റെ ദാസന്മാർ എല്ലാവരും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതുകൊണ്ട് എല്ലാ ദാസന്മാരും ഓരോ വേദഭാഗങ്ങൾ വായിച്ചാട്ട് 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 20 മുതൽ 28 വരെ ഒരാളും, മറ്റൊരാൾ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 35 മുതൽ 49 വരെയും, മറ്റൊരാള് 20 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ നിന്ന് ഉയർത്തിരിക്കുന്നു.
മനുഷ്യൻ മൂലം മരണമുണ്ടായാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താന്താന്റെ നിലയിലെത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ, അവന്റെ വരവികൾ, പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യപിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവന്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെത്രേ എന്ന് സ്പഷ്ടം. എന്നാൽ അവൻ സകലവും കീഴ്പ്പെട്ട ശേഷം ദൈവം സകലത്തിനും സകലവുമാകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. പക്ഷേ ഒരുവൻ മത്സ്യപുരങ്ങളെ ഉയർത്തുന്നുവെന്നും ഏതുവിധം ശരീരത്തോട് വരുന്നുവെന്നും ചോദിക്കും. മൂടാ, നീ വിധിക്കുന്ന സത്യമില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിധിക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റോ വടതിന്റെയോ വെറും മണിയത്ര വിധിക്കുന്നത്. ദൈവത്തിന്റെ ഇഷ്ടം പോലെ അതിനെ ഒരു ശരീരവും ഓരോ വിധത്തിന് അതിന്റെ ശരീരം കൊടുക്കുന്നു. സകല മാംസം ഒരുപോലെ ഉള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്യകയുടെ മാംസം വേറെ, പക്ഷിയുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ. സ്വർഗീയ ശരീരങ്ങളുടെ ഭൗമിക ശരീരങ്ങളുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ രഹസ്യ വേറെ, ഭൗമ ശരീരങ്ങളുടെ രഹസ്യ വേറെ, സൂര്യന്റെ രഹസ്യ വേറെ, ചന്ദ്രന്റെ രഹസ്യ വേറെ, നക്ഷത്രങ്ങളുടെ രഹസ്യ വേറെ. നക്ഷത്രങ്ങളുടെ രഹസ്യമുണ്ട്. വേദമുണ്ടല്ലോ. മനുഷ്യരുടെ പുനരുത്ഥാനം അവനും തന്നെ ദൈവത്തിന് വിധിക്കപ്പെടുന്നു, അത്തരത്തിൽ ഉയർക്കുന്നു, അപമാനത്തിൽ വിധിക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു, വിലകളിൽ വിധിക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു, പ്രാകൃതശരീരം വിധിക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃതശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനിലേക്ക് തീർന്നവരെ എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെയാദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീയമായ പ്രാകൃതത്തെ ഒന്നാമത്തത് ആത്മീയ പിന്നത്തിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവനും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ച പോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. പറയാം, നാം എല്ലാവരും നിലകൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുവയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ള അദ്രത്വത്തെയും ഈ മധ്യമായ ദമത്വത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ള അദ്രത്വത്തെയും ഈ മധ്യമായ ദമത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുക. കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുകയും. നമ്മുടെ ഇടയിൽ നമ്മോടൊപ്പം ജീവിക്കുകയും വസിക്കുകയും ചേർന്ന നമ്മിൽ ഒരാളായിരുന്ന വാത്സല്യ അമ്മച്ചി കുഞ്ഞമ്മ മാത്യു തന്റെ 76-ാമത്തെ വയസ്സിൽ താൻ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി 2:30 ദൈവസന്നിധിയിൽ ചേരുവാൻ കർത്താവ് ഭാഗ്യം. താൻ പ്രിയം വെച്ച ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ട സമയം പോലും ആ ഭവനത്തിൽ പോയി ആശ്വാസവാക്കുകൾ അറിയിച്ചു. ജീവനുള്ള പ്രത്യാശയായി ദൈവം ഇന്ത്യയോളം നമ്മെ നടത്തുന്നു. തന്നെ ഈ ഭൗതിക ശരീരം ഭക്തിയുള്ള പുരുഷന്മാർ അടക്കം ചെയ്യേണ്ടതിനായി കൊണ്ടുവന്നിരിക്കുന്നു. അതിനു മുമ്പായി അവസാനമായി കാണുവാൻ ഒരു അവസരം കൂടി വേർതിരിക്കുന്നു. ആർക്കെങ്കിലും ഇത് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരവസരം കൂടെ എന്ന് മുഖം മൂടും.
തലമുറയായി നടത്തുന്നതും ഞങ്ങളുടെ ജീവന്റെ പ്രത്യാശയുമായ ദൈവമേ, അവിടുത്തെ പ്രത്യക്ഷതയ്ക്കായി കാത്തുകൊണ്ട് കർത്താവ് തന്റെ നീരാജത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും നമ്മളെന്ന വിശ്വസകർമാരും അർഹതയെ പ്രാപിച്ച് അർഹരായി ശരീരത്തോടെ രൂപാന്തരപ്പെടുന്ന പ്രഭാതത്തിൽ പുനരുത്ഥാനം പ്രാപിച്ച് തന്നെ ഓഹരി പ്രാപിപ്പാൻ കർത്തൃസന്നിധിയിൽ കോടാനുകോടി വിശുദ്ധത്തിൽ പേർ വിളിക്കുമ്പോൾ ഞങ്ങളുടെ വാത്സല്യ മാതാവ് കുഞ്ഞമ്മ മാത്യുവും കേച്ചലും എല്ലാ ദൃഢനിശ്ചയത്തോടും വിശ്വാസത്തോടും ജീവന്റെ പ്രത്യാശയോടും കൂടി ഈ ഭൗതിക ശരീരം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ സംസ്കരിച്ചുകൊള്ളുന്നു. ദൈവമേ, ഈ ശരീരം പൂഴി പൂഴിക്കായി മണ്ണ് മണ്ണിനായും പൊടി പൊടിയിലേക്കും ഭൂമിക്കും ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ദൈവമേ, ഈ മണ്ണിലെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ എന്ന് അരുളി ചെയ്യുന്നു. നിന്റെ കുഞ്ഞുങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് നീ അമ്മപ്പെടുത്തിരിക്കാൻ ആ കൽപ്പനപ്രകാരം ഈ ശരീരത്തെ ഇവിടെ അവയെ ഏൽപ്പിച്ചു. അനന്തരമായി നിന്റെ ഈ ഭരണത്തോട് ഈ പ്രിയപ്പെട്ടോട് ബന്ധപ്പെട്ടത് അങ്ങനെ സമാധാനം കർത്താവിന്റെ നാമമോക്ഷത്തിനു വേണ്ടി അവരുടെ ജീവിതം സമർപ്പിച്ചും വലുതായി ഒരുങ്ങുവാൻ ദൈവം കൃപയെ ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ശരീരത്തോട് ഞങ്ങൾ കാണാവുന്ന പ്രത്യാശയോടുകൂടെ അങ്ങനെ വാഗ്ദപ്പെടുത്തുന്നു. പ്രാർത്ഥനയപേക്ഷ ദൈവം കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. നിലത്തിലെ പൊടിയിൽ നിദ്രകൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി ഉണരും. എന്നാൽ ബുദ്ധിമാന്മാരായ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും ശോഭിക്കും. നീയോ സഹോദരി കുഞ്ഞമ്മ മാത്യു, വാത്സല്യം മാതാവേ, അവസാനം ഒരുവോടും പോയിക്കൊള്ളുക. നീ വിശ്രമിച്ച ലോകാവസാനത്തിൽ നിന്റെ ലോകലഭിപ്പാൻ എഴുന്നേറ്റ് വരും. ആകയാൽ പ്രിയമുള്ളവരെ, ഇതെങ്കിൽ ആശ്ചര്യപ്പെടരുത്. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവനൊടുവിൽ പുനരേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എന്റെ തോക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ഏകസഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും. അന്യനല്ല, എന്റെ സ്വന്തം കണ്ടാൽ അവനെ കാണും. ആകയാൽ പ്രിയമുള്ളവരെ, കല്ലറകളുള്ള എല്ലാവരും അവന്റെ ശബ്ദം കേൾക്കുകയും നന്മ ചെയ്തവർ ജീവനായി തിന്മ ചെയ്തവർ ന്യായവിധിക്കായി പുനരുത്ഥാനം ചെയ്യാനുള്ള നാഴിക വന്നുമിരിക്കുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രമേയില്ല. പുതിയ മണവാട്ടിയെ പോലെ ഒഴുകി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങണമെന്ന് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടെ അവൻ അവരോടുകൂടെ വസിക്കും. അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം കുറച്ചു കളയും. ഇനി മരണം ഉണ്ടാകില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും കൂടുതലാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത്,
സംഭവിച്ചു തീർന്നു. ഞാൻ അഗ്നിയുമേയും ആദിയും അന്തവും ആകുന്നു. ദാഹിക്കുന്നവന് ഞാൻ സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങൾ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തൻ അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ യേശു മുഖാന്തരവനോടുകൾ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത പല ജീവനോട് ക്ഷണിക്കുന്നവരായ നിദ്ര കൊണ്ടവർക്ക് ഭാഗയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവൻ ഗംഭീരത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും നിങ്ങൾ സ്വർഗത്തിൽ നിറങ്ങി വരികയും യേശുവിൽ മരിക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ക്ഷണിക്കുന്നവരായ നാം ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിന്റെ പാർമേഹങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യനെ ആശ്വസിപ്പിച്ചുകൊള്ളുകയും കാലമെല്ലാം കഴിയും ഇന്നു കാണാതെല്ലാം അഴിയോ. കാലമെല്ലാം കഴിയോ ഇന്നു കാണാതെല്ലാം അഴിയോ. പിന്നെ പുതുയുഗം വിരിയും തിരികെ വരാതെ നാം നിത്യതയിൽ മറയോ. പിന്നെ പുതുയുഗം വിരിയും തിരികെ വരാതെ നാം നിത്യതയിൽ മറയോ. അടിയങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ദുഃഖത്തിലായിരിക്കുന്ന ഏവരെയും നീ അനുഗ്രഹിച്ച് ആശ്വസിപ്പിക്കണമേ. ഇവിടെ ശേഷിച്ചിരിക്കുന്നവരായ ഞങ്ങൾ മരണം വരെ വിശ്വസ്തരുള്ളതായി അവിടുത്തെ കൃപ അടിയങ്ങളിൽ പറയണമേ. ദൈവമേ, ഇവിടെ ശേഷിച്ചിരിക്കുന്നവരായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആകയാൽ പ്രിയമുള്ളവരെ, വീരാരോടും നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കടന്നില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവരും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവുമായ ദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പേ ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലോധികാരവും സ്തുതിയും സ്തോത്രവും ബഹുമാനവും പൂഴ്ചയും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി കിട്ടിയെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി
ദൈവത്തോടു തുറന്നിടാൻ എത്തുന്നേ ഞാനെന്നാഥൻ്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ